ഗുഡ് മോർണിംഗ്. സോ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഹംപിയിൽ നിന്ന്. ഇതായിരുന്നു എൻ്റെ സ്റ്റേ. അപ്പോൾ ഞാനിപ്പോൾ നേരെ ഗോവയ്ക്കാണ് പോകുന്നത്. സൗത്ത് ഗോവയിലാണ്. അവിടെ ഓൾറെഡി ഞാനൊരു റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയാണ്. ബൈ. ഹംപിയിൽ നിന്ന് ഗോവയിലോട്ട് പോകുന്ന വഴിയാണ്. സോ വെരി ബ്യൂട്ടിഫുൾ. ഇന്നിപ്പോൾ ഇവിടെ വലിയ ചൂടൊന്നുമില്ല. നമുക്ക് പക്ഷേ ഹംപിയിൽ അങ്ങനെയല്ല, ഭയങ്കര ചൂടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ ഭയങ്കര കൂളാണ്. എനിക്ക് വലിയ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. പിന്നെ റോഡൊക്കെ അടിപൊളിയാണ്. ഞാൻ ഒരു ഒറ്റ ഇരിപ്പിന് തന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 150 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരു 2 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഗോവ എത്തും തോന്നുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഗോവ പറ്റുമെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എനിക്ക് കാണാൻ എൻ്റെ മൈക്ക് കളഞ്ഞു പോയി, അതുകൊണ്ടാണ് എനിക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റാത്തത്. എനിവേ നമുക്ക് എന്തായാലും ഗോവയിലോട്ട് പോവാം. സോ ഹലോ എവരിവൺ, നമ്മളിപ്പോൾ ഗോവയ്ക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പനാജി ഇവിടെ നിന്നൊരു 57 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഓൾഡ് ഗോവ 45 കിലോമീറ്റർ. സോ എനിക്കിപ്പോൾ അധികമൊന്നുമില്ല. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് എന്തായാലും ഒരു 1 മണിക്ക് മുമ്പ് നമ്മളവിടെ എത്തും. സോ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. എന്തായാലും എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാം. പിന്നെ എനിക്ക് ജസ്റ്റ് നാളെ കറങ്ങി വെച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ട്. സോ നമുക്ക് എന്തായാലും നേരെ ഗോവട്ടെ ചെയ്യാം. ബൈ. നല്ല താഴത്തിലാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്താൻ ഇച്ചിരി പാടാൻ തോന്നുന്നു. ലൈക്ക് അവിടെ കൂടെ നമുക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും. ബട്ട് ഇറ്റ്സ് സ്റ്റിൽ വെരി റിസ്കി. സോ വി ആർ നോട്ട് ഗോയിങ് ദർ. സോ അതിൻ്റെ അപ്പുറത്താണ് സാൻഡർ എന്നൊരു ബീച്ച്. സോ അവിടെ പറ്റുമെന്ന് ലൈക്ക് പോകാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. സോ ഹലോ എവരിവൺ. സോ നമ്മളിപ്പോൾ ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതുവരെ കേട്ടില്ല. സോ ഒരു പുള്ളി പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വഴിയൊക്കെ ഇച്ചിരി ഫോറസ്റ്റാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ബൈക്ക് ഓൾമോസ്റ്റ് അടുത്തുവരെ വരും. പക്ഷേ അതിനുശേഷം നമ്മൾ കുറച്ച് നടക്കാനായിട്ടുണ്ട്. ഹലോ എവരിവൺ. സോ നമ്മളിപ്പോൾ ബട്ടർഫ്ലൈ ബീച്ചിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ ചെറിയൊരു ക്ലിഫ് കണക്ക് സംഭവമുണ്ട്. സോ അതിൻ്റെ മണ്ടേ വലിഞ്ഞ് കയറിയത്. ആദ്യം എനിക്ക് വഴി മാറി ഞാൻ ഏതാണ്ട് ആ വഴിയിലൊക്കെ ചെന്ന് പെട്ടു. ലൈക്ക് ഇറങ്ങാനൊക്കെ ഇച്ചിരി പാടായിരുന്നു. ഇപ്പുറത്ത് വേറെ വഴിയുണ്ട്. സോ അതുവഴി കയറിയിട്ടുണ്ട്. സോ ഇവിടെ നിന്നുള്ള ഞാൻ ആ ബട്ടർഫ്ലൈ ബീച്ചിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. വളരെ കുഞ്ഞു ബീച്ചാണ്, പക്ഷേ ഭയങ്കര കിടിലമാണ്. നമുക്കൊരു ചെറിയ ബോട്ടിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. സോ ഞാനതൊന്നും കയറുന്നില്ല, ബഡ്ജറ്റിൻ്റെ കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട്. ബട്ട് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. സോ ഇത് വേറൊരു സൈഡാണ്. ബട്ടർഫ്ലൈ ബീച്ചിന് തന്നെ വേറൊരു സൈഡാണ്. സോ ഓക്കെ.